അഫാൻ എന്ന കൊടും ക്രിമിനൽ. എന്താണ് അഫാൻ ഇന്നലെ സംഭവിച്ചത്? അഫാന്റെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത്. വലിയ രീതിയിലുള്ള ക്ഷതമൊക്കെ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അഫാനെ കെട്ടിത്തൂക്കിയതാണോ? ജയിലിൽ നിന്ന് ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണോ? ഇനി വെന്റിലേറ്ററിലിട്ട് കൊല്ലുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. കാരണം കൊടും ക്രിമിനലാണ്. അഫാന്റെ അച്ഛൻ പറയുന്നുണ്ട് അവൻ ചെയ്തതിനൊക്കെ അവൻ അനുഭവിച്ചേ മതിയാകൂ. ആ വീട്ടുകാർ അയാളെ കൈവിട്ടതുപോലെ തന്നെയാണ്. കാരണം ഒരച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിയില്ല ഇത്തരം കൊടും ക്രിമിനൽ അല്ലെങ്കിൽ കൊടും ക്രൂരത ചെയ്ത ഒരു മകനെ പിന്താങ്ങാനായി ഒരച്ഛനും അമ്മയ്ക്കും കഴിയില്ല എന്നുള്ളത്. അമ്മ ആദ്യം കൂടെ നിന്നെങ്കിലും പിന്നീട് ആ അമ്മയും മാറുന്നൊരവസ്ഥയിലേക്കാണ് പോയത്. നമ്മളത് കണ്ടതാണ്. എന്തായാലും അഫാന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇന്നലെ ഞായറാഴ്ച ദിവസം രാവിലെ 11:25 അഫാൻ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനായി ശ്രമം നടത്തിയത്. നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണതകൾ ഇയാൾ കാണിച്ചിരുന്നു. തനിക്ക് മരിക്കണം എന്ന് പലപ്പോഴും പറയുകയായിരുന്നു. തനിക്കിനി ജീവിക്കണ്ട, അച്ഛനും അമ്മയും ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, അച്ഛനും അമ്മയും കാണാൻ പറ്റുന്നില്ല, തനിക്ക് മടുത്തു ജയിൽ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് എന്താ പറയുക, മാപ്പ് ചോദിച്ചാൽ തന്നെ പുറത്തിറക്കുമെന്നൊക്കെയാണ് ഇയാൾക്കാരോ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇനി ഒരുപാട് സത്യങ്ങൾ ഇയാളിൽ നിന്ന് പുറത്തു വരാനുണ്ട്. കാരണം 25 ലക്ഷം രൂപയോളം പല ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത പണം ഇയാൾ എന്ത് ചെയ്തു? ഇതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരുപാട് ദുരൂഹതകൾ ഈ കേസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉമ്മുമ്മയെ കൊന്നതിൽ കുറ്റപത്രമൊക്കെ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ഇയാൾ ഈ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത്. ഇയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയാണ് അഫാന്റെ അഡ്വക്കേറ്റ് ബി സജു. അദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവസാനമായി അഫാനെ കണ്ടപ്പോൾ തന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇയാൾ അഭിഭാഷകന് മുന്നിൽ വച്ചത് എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. അത്തരമൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയവും അഭിഭാഷകനുണ്ട്. ഇതിനൊപ്പം മറ്റു ചില സംശയവും കൂടി അഡ്വക്കേറ്റ് ബി സജുവിനുണ്ട്. അഫാനെ കാണാൻ മറ്റാരെയും അനുവദിക്കുന്നില്ല എന്ന് അഭിഭാഷകൻ സജു പറയുന്നുണ്ട്. 48 മണിക്കൂർ കഴിയാതെ അഫാന്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും പറയാനാകില്ല എന്ന് ഡോക്ടർമാർ തന്നോട് പറഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജയിലിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത്. അതീവ സുരക്ഷാ മേഖലയിലെ ആത്മഹത്യാ ശ്രമം അവിശ്വസനീയമെന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. അതിനിടെ അഫാന് വിഷാദ രോഗമാണെന്നും ജയിൽ അധികൃതർ പറയുന്നുണ്ട്. ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. വാർത്തകളിൽ നിന്നാണ് അഭിഭാഷകൻ കാര്യം അറിയുന്നത്. ജയിലിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല. ആത്മഹത്യയ്ക്ക് ശ്രമമുണ്ടായിട്ടും അഭിഭാഷകനെ വിവരമറിയിക്കാൻ ജയിൽ അധികാരികൾ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. കേസിൽ കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്ത് കാണും. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പോലീസിന് എന്തോ ഒളിപ്പിക്കാനുണ്ടെന്നാണ് അഭിഭാഷകന്റെ ആരോപണം. അഫാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല. അതീവ സുരക്ഷകളുള്ള ജയിലിൽ അഫാൻ മുണ്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചെന്നത് വിശ്വസിക്കാൻ കഴിയില്ല. ബന്ധുക്കൾ ആരും തന്നെ അഫാനെ സഹായിക്കാനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളില്ല. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ആഴ്ചയിൽ ഒരു തവണ ഫോൺ വിളിക്കാനുള്ള അവസരം ജയിൽ പുള്ളികൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും അഫാന് ഈ സൗകര്യം അനുവദിച്ചിരുന്നില്ല. വക്കീലല്ലാതെ ആരും സന്ദർശിക്കാനും എത്തിയിരുന്നില്ല. ജയിലിലായ ശേഷം 2 തവണ അഭിഭാഷകൻ അഫാനെ സന്ദർശിച്ചിരുന്നു. 1 മാസം മുൻപായിരുന്നു അവസാനം കണ്ടത്. അന്ന് വിശദമായി അഫാനുമായി സംസാരിച്ചിരുന്നു. ഈ സമയം ജാമ്യത്തിനായി അപേക്ഷിക്കണമെന്ന ആവശ്യം അഫാൻ പറഞ്ഞിരുന്നു. സമയം കഴിഞ്ഞതായി ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും അഫാൻ ഏറെ നേരം നിർത്താതെ സംസാരിച്ചു. എന്നാൽ കേസിൽ ജാമ്യം കിട്ടുന്നത് അസാധ്യമായ ഒന്നായിരുന്നതിനാൽ അപേക്ഷ നൽകിയില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ജയിലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഒരു ജയിൽ പുള്ളിയുമുണ്ട്. ഇയാൾ സെല്ലിൽ നിന്ന് മാറിയ സമയത്താണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫാൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. കൊലക്കേസിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ കഴിഞ്ഞ അഫാൻ കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് ശുചിമുറിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്.
ഉണങ്ങാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് ജയിൽ വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ വാർഡൻ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിതൃമാതാവ് സൽമ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 24-നാണ് വെഞ്ഞാറമൂട്ടിൽ പിതൃമാതാവ് സൽമ ബീബി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അക്സാൻ, പെൺസുഹൃത്ത് ഫർസാൻ എന്നിവരെ അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും ഉണ്ടായത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് എന്നതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. എന്തായാലും ഈ അഫാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അഭിഭാഷകൻ തന്നെ ആരോപിക്കുമ്പോൾ ഈ പ്രതിക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായുള്ള ബന്ധം പുറത്തറിയുമെന്നുള്ള ഭയത്താൽ പോലീസ് തന്നെ അല്ലെങ്കിൽ ജയിലിനുള്ള മറ്റാരെങ്കിലും തന്നെ ഈ പ്രതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. കാരണം വലിയ പ്രൊട്ടക്ഷനിലായിരുന്നിട്ടും ജയിലിനുള്ളിൽ പുറത്തുള്ള ജയിലിൽ അതീവ സുരക്ഷിതനായിരുന്നു. മാത്രമല്ല ഇയാളെ നിരീക്ഷിക്കാനായി ഒരു ജയിൽ പുള്ളിയെയും പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അയ്യയിൽ ഉണങ്ങാൻ ഇട്ടിരുന്ന മുണ്ടെടുത്തുകൊണ്ട് പോയി ഇയാൾ എങ്ങനെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ഇപ്പോഴും ഒരു ദുരൂഹതമായി തുടരുകയാണ്. എന്തായാലും ഈ കൊടും ക്രിമിനൽ ഒരിക്കലും നീതി അർഹിക്കുന്ന ആളല്ല. 5 പേരെ അതിദാരുണമായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇല്ലാതാക്കിയ ഒരു കൊടും ക്രിമിനലാണ് ഈ 23-കാരനായ അഫാൻ. ഇയാൾ എല്ലാവരെയും തീർത്തതിന് ശേഷം കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞത്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് ഇപ്പോൾ വരാമെന്നാണ്. അത്രയും കൂസൽ ഇല്ലാതെയാണ്, അതായത് എത്ര പേരെ ഇല്ലാതാക്കിയാലും തീർത്താലും തന്നെ രക്ഷിക്കാൻ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് ഇയാളെ അങ്ങനെ ചെയ്യിപ്പിച്ചതെന്ന് ആ സമയങ്ങളിൽ പല വാർത്തകളും ഉണ്ടായിരുന്നു. പിന്നീട് അതേക്കുറിച്ചൊന്നും പോലീസ് കാര്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ള ആരോപണവും പുറത്തു വന്നു. പക്ഷേ പിന്നീട് അഫാനെ കുറിച്ച് മറ്റു വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വാർത്ത മുങ്ങും. അത് എല്ലാ തവണയും പല വാർത്തകളും വരുമ്പോൾ ഈ വാർത്തകളൊക്കെ ഇത്തരം വരുന്ന വാർത്തകളൊക്കെ മുങ്ങും. പിന്നെ ഇതിന്റെ എന്തെങ്കിലും ശിക്ഷാവിധികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം ലൈവായും ബ്രേക്കിംഗ് ആയും ഒക്കെ ചാനലുകൾ പലതും ഇത് കാണിക്കൂ. നവീൻ ബാബുവിന്റെ ഒക്കെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ആ പേര് പോലും ആരും ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്, അദ്ദേഹത്തിന്റെ വീട്ടുകാരല്ലാതെ. അപ്പോൾ അത്തരത്തിൽ വാർത്തകളൊക്കെ മുങ്ങിയ സമയത്താണ് അഫാൻ എന്താണ് സംഭവിച്ചത്, ജയിലിൽ അഫാനെ തീർക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ, തീർത്തിട്ട് അവരുടെ നേട്ടം എന്താണ്, തീർക്ക അതൊക്കെ അവരുടെ കാര്യം, പക്ഷെ ഈ ക്രിമിനലിനെ തീർത്തിട്ട് അവരുടെ നേട്ടം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫാനിലൂടെ ആരെങ്കിലും എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ?